വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തുകൾ മുത്തനബി തങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കപ്പെടുന്ന രാവുകളുടെ പകലുകളുടെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന വിശ്വാസികളുടെ പെരുന്നാളിന്റെ സുദിനമാണ് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ ധാരാളമുണ്ട്. എന്ത് ചെയ്താലും അള്ളാന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് ഒരുപാട് റഹ്മത്തുകൾ അള്ളാന്റെ ഭാഗത്ത് പെയ്തിറങ്ങുന്ന, മലക്കുകൾ എപ്പോഴും ഭൂമിയിൽ വിധാനിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ നിമിഷമാണ് വെള്ളിയാഴ്ച. നമ്മൾ ഇന്നൊരു സ്വലാത്ത് പഠിക്കുകയാണ്. സ്വലാത്ത് നമുക്കറിയാം നമ്മുടെ പിടിവള്ളിയാണ് അല്ലേ? എന്താ പറയാ, സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ വലിയ ഒരു ആശ്വാസത്തിന്റെ പേമാരിയാണ് ആദരവായ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്നുള്ളത്. മഹാനായ ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി തങ്ങൾ പറയുമായിരുന്നു, ഒരാൾ ഈ സ്വലാത്തിനെ 70 തവണ പതിവാക്കിയാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എണ്ണമറ്റ പ്രതിഫലമുണ്ട്. ഒരു 300 തവണ വെള്ളിയാഴ്ച പകൽ നിങ്ങൾ ചൊല്ലി നോക്കി. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു 70 തവണ നിങ്ങൾ പതിവാക്കി, മുടങ്ങാതെ 70 തവണ ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ നബി തങ്ങൾ പറഞ്ഞു, അവൻ എന്നെ കാണാതെ മരിക്കില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രതിഫലം, ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. ആ മുത്തനബി തങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഷഅറാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. രണ്ടാമത്തത്, നബി തങ്ങൾ പറഞ്ഞു, വജബത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശുപാർശ നിർബന്ധമായി അവന് ഞാൻ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത്, നമ്മൾ നാളെ പടച്ചവന്റെ പരലോകത്ത് ഹുഫാത്തൻ ഉറാത്തൻ ഉർല, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, ഒരു ജാണകലെ സൂര്യൻ നിൽക്കുന്ന മഹ്ശറയിൽ നിബിതങ്ങൾ ദാഹിച്ച് പരവശന നിൽക്കുമ്പോ നിബിതങ്ങൾ ഇങ്ങനെ വിളിക്കും, ഒന്നേ ഞാൻ കുടിക്കാൻ വെള്ളം തരാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ, അള്ളാഹു കുടിക്കാൻ ഭാഗ്യം തരും. നാലാമത്തത്, നിബിതങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാര് കരയുന്ന, പ്രവാചകന്മാര് കരഞ്ഞ മഹാരഥന്മാരാകുന്ന പണ്ഡിതൻ ഒരുപാട് കരഞ്ഞു പോയ നരകം ഉണ്ടല്ലോ, ആ നരകം അവന് നിഷിദ്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഞ്ചാമത്തത്, ഇത് പതിവാക്കുന്നവർക്ക് 10 നന്മകൾ അത് രേഖപ്പെടുത്തും. ആറാമത്തത്, 10 തിന്മകളെല്ലാം മാറ്റപ്പെടും. ഏഴാമത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല, അവന്റെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബരിഹി ഫിൽ ഖുബൂർ. ഈ സ്വലാത്ത് പതിവാക്കുന്നതിനോടൊപ്പം നമ്മൾ എന്തു വേണം? സൂറത്തുൽ കഹ്ഫ് മുടങ്ങരുത്, ളുഹ നമ്മൾ മുടങ്ങരുത്, തഹജ്ജുദ് നമ്മൾ വെള്ളിയാഴ്ച എന്നല്ല ഒരു ദിവസം മുടങ്ങരുത്.